എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ജൂൺ 24 പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെ പരിശോധിക്കാം, അലോട്ട്മെൻറ്റ് വന്ന ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കോളേജ് ജോയിനിങ് എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഒരു നിശ്ചിത ഫീസ്, അതായത് യൂണിവേഴ്സിറ്റി ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീസ് എത്രയാണ് എന്നുള്ള നിലവിൽ റിസൾട്ട് വന്ന ശേഷം മാത്രമേ വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് എത്രയാണ്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർ മാത്രം ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് അവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവാതിരിക്കാൻ വേണ്ടിയിട്ടും വിദ്യാർത്ഥികൾ ഒരു നിശ്ചിത യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി എന്നുള്ളവർ ഇനി അതിൻ്റെ മുകളിൽ മറ്റേതെങ്കിലും ഹയർ ഓപ്ഷനുകൾ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുകയും അതിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യം കിട്ടിയിട്ടുള്ള സീറ്റ് അവിടെ ഓൾറെഡി ആ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടിച്ചിട്ടുണ്ടായിരുന്ന അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റ് അവിടെ കൺഫേം ആയിട്ടുണ്ടാകും. ഇങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ആ ഒരു കോളേജ്, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നൽകുന്നതും ആ ഒരു ലിങ്ക് മുഖേന നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം ജോയിൻ ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോഴ്സ് ഏതാണോ ആ ഒരു കോഴ്സിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ആ ഒരു കോഴ്സിൽ കോളേജിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അഡ്മിഷൻ രീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ admissions.kannur.ac.in/FRYUGADM2026/index.php എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേജിലെ ഹോം എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എന്നിവ കൊടുക്കാനുള്ള ബോക്സ് ഉണ്ടാകും. അത് കറക്റ്റായിട്ട് കൊടുത്ത് ഇവിടെ കാണുന്ന കുറച്ച് നമ്പേഴ്സാണ് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും നമ്പർ ആയിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾ എന്താണോ കാണുന്നത് അതാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥി താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ പോയ ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, അവർ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് കോളേജിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ പറ്റും. ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം ഫസ്റ്റ് ഓപ്ഷൻ്റെ മുകളിൽ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതിനാൽ തന്നെ ഹയർ ഓപ്ഷനിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ ആയിരിക്കും എടുക്കേണ്ടതായിട്ട് വരിക. അതിനാൽ തന്നെ നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുള്ളൂ. ഇനി ഒന്നാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള 2, 3, 4, 5, 6 എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ, ഒരു എക്സാമ്പിൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച ശേഷം അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിനെ പരിഗണിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചതുകൊണ്ട് തന്നെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് അവിടെ കൺഫേം ചെയ്യപ്പെടുന്നതും എന്നാൽ അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന കോഴ്സിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതും ആയിരിക്കും. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതി, ഇനി ഹയർ ഓപ്ഷനുകളൊന്നും അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹയർ ഓപ്ഷനെ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച ശേഷം ഹയർ ഓപ്ഷനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സാധാരണത്തിൽ യൂണിവേഴ്സിറ്റി എഡിറ്റിംഗ് ചെയ്യുന്നതിനുള്ള ഫീസ് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ 200 രൂപയായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീസ് വരിക. ഇത് വൺ ടൈം ഫീസാണ്. പിന്നീട് അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലൊന്നും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു തവണ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ എഡിറ്റിങ്ങിന് വീണ്ടും ഫീസ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട 200 രൂപയാണ് ഈ ഒരു ഫീസ് വരിക. അതുപോലെ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിലും 200 തന്നെയാണ് വരുന്നതെന്നാണ് തോന്നുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ്
ലഭിച്ച നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ റെസിപ്റ്റ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അത് അഡ്മിഷൻ ടൈമിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സീറ്റാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അഡ്മിഷൻ ഉണ്ടാവുക, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വെയിറ്റ് ചെയ്യുക. ഇനി ഒന്നാമത്തെ ഓപ്ഷനില്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കിട്ടിയുള്ള സീറ്റ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ അവിടെ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച് ഹയർ ഓപ്ഷനുകൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യുക. ഇനി അതേസമയം ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ച ശേഷം നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.